ഇന്നിടെ കേരളം വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ നെല്ലിക്കാമ്പൊയിൽ ALP സ്കൂളിലാണ്. ഇവിടുത്തെ അധ്യാപകരും കുട്ടികളും ഒരു യാത്ര പോവാന്ന്. എങ്ങോട്ടാന്നല്ലേ? വാ കാണാം. പഠനയാത്രയുടെ ഭാഗമായി നെല്ലിക്കാമ്പൊയിൽ ALP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും എത്തിയിരിക്കുന്നത് ഇരിട്ടി അഗ്നിരക്ഷാ നിലയത്തിലാണ്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾക്ക് കാണാം. കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത് നേരത്തെ നിങ്ങൾ അറിയിച്ചിരുന്നോ ഇങ്ങനൊരു സംഭവം ഇന്ന ദിവസം ഉണ്ടെന്നുള്ളത്? നിങ്ങൾ അറിഞ്ഞിരുന്നു? ഇന്ന് ഫയർ സ്റ്റേഷൻ വിസിറ്റ് ആണെന്ന് അറിഞ്ഞിരുന്നു അല്ലേ? ഇതിന് മുന്നേ ഫയർഫോഴ്സിൻ്റെ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ഫയർ സ്റ്റേഷൻ പോയിട്ടുണ്ടോ? ഇത് ആദ്യത്തെ അനുഭവമാണ്. ഓക്കെ. നമ്മുടെ ഫയർഫോഴ്സിന് എന്തിനൊക്കെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമെന്നറിയോ? എങ്ങനെ വിളിക്കണമെന്നറിയോ? ഇവിടെ ചിലപ്പോൾ വിളിക്കാറുണ്ട്. ഇവിടെ ചിലപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫോണിലോട്ട് ചിലപ്പോൾ കോള് വരാറുണ്ട്. എന്താണെന്നറിയോ? വിളിക്കുമ്പോൾ കിട്ടുന്നത് ഏതെങ്കിലും നിങ്ങളെപ്പോലുള്ള കുഞ്ഞു മക്കളെ അമ്മമാരുടെ അച്ഛൻ്റെ ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് എമർജൻസി നമ്പറിൽ വിളിച്ചിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാറുണ്ട്. അങ്ങനെ എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല, അറിയത്തില്ല. മൊബൈൽ ഉപയോഗിച്ച് കളിക്കാറുണ്ടോ? ഇല്ല, അതുമില്ലേ? നല്ല കുട്ടികളാണല്ലേ. മൊബൈൽ ഉപയോഗിക്കാറില്ല? ഉണ്ട് അല്ലേ? മൊബൈൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എനിവേ, ഇത് ഫയർഫോഴ്സിന് എപ്പോഴാണ് വിളിക്കണമെന്നറിയാമോ? എപ്പോഴാണ് വിളിക്കേണ്ടി വരിക എന്നറിയാമോ? എപ്പോഴാണ് വിളിക്കേണ്ടി വരിക? മിടുക്കന്മാരാണ്. അപ്പോൾ എല്ലാം അറിയാം. തീപിടുത്തം ഉണ്ടാവും. പിന്നെ വിളിക്കേണ്ട നമ്പർ അറിയോ? 101. അപ്പോൾ നിങ്ങളെല്ലാം പഠിച്ചിട്ട് വന്നേക്കണല്ലേ? അപ്പോൾ 101 101 വിളിക്കേണ്ടത്. 101 വിളിക്കുമ്പോൾ ആർക്കൊക്കെ വിളിക്കാം? ചോദിക്കട്ടെ, നിങ്ങൾക്ക് വിളിക്കാവോ? വിളിക്കാൻ പാടില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ആർക്കും വിളിക്കാം കേട്ടോ. എപ്പോഴും വേണമെങ്കിലും വിളിക്കാം, ഏത് സമയത്തും വിളിക്കാം. ഏതിലേ വിളിക്കാവോ? 101 വിളിക്കാം. 101 വിളിക്കുമ്പോൾ വിശദമായി കാര്യങ്ങൾ പറയാം. എന്നതാണ് സംഭവം എന്ന് പറയേണ്ടി വരും. പറഞ്ഞ് മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങളൊരു അപകടം കാണുന്നു, പെട്ടെന്ന് ഒരു മൊബൈൽ ആരെങ്കിലും വാങ്ങിയിട്ട് 101 വിളിച്ച് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, ഇങ്ങനെയാണ്, ഇന്ന സ്ഥലത്താണ് അപകടമുണ്ട്, വരണം പറഞ്ഞു. HM ഇപ്പം നമ്മളോട് ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഈ ഫയർ സ്റ്റേഷൻ തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം? നമ്മുടെ LP സ്കൂളാണ്, സെൻറ്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂൾ നെല്ലിക്കാമ്പൊയിലാണ്. ഞങ്ങൾ കുറേ നാളുകളായി പാഠ്യഭാഗവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഫയർ സ്റ്റേഷൻ സന്ദർശിക്കണം, കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തണമെന്ന് നമ്മുടെ ആലോചനയിലുണ്ടായിരുന്നു. ഇന്ന് അതിനുവേണ്ടി പറ്റിയൊരു സാഹചര്യം ഒത്തു വന്നപ്പോൾ നമ്മളത് തിരഞ്ഞെടുത്തു. അനുദിന ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ ധാരാളം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. തീപിടുത്തം, വെള്ളത്തിൽ മുങ്ങി മരണം, അതുപോലെ കുഴഞ്ഞു വീണ് മരണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്നും 57ഓളം കുട്ടികളും PTA ക്കാരും അധ്യാപകരും എല്ലാവരും ഈ ഫയർ സ്റ്റേഷൻ സന്ദർശിച്ചിരിക്കുന്നത്. ഇപ്പോൾ
നമ്മൾ നേരത്തെ ഇവിടെ വിളിച്ച് അനുവാദം വാങ്ങി ഓഫീസേഴ്സിൻ്റെ സൗകര്യങ്ങളും കൂടെ നോക്കി ഈ ദിവസം തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇത് കുട്ടികൾക്ക് വളരെ പ്രയോജനപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവിടെ വന്നപ്പോൾ കുട്ടികൾ വളരെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അറിവുള്ള കുട്ടികളാണ് നമ്മളുടേത്. ഓഫീസേഴ്സ് പറയുന്ന കാര്യങ്ങൾ കൂടുതലും അവർക്ക് പരിചയമുള്ളതാണ്. പക്ഷേ അനുദിന ജീവിതത്തിൽ അത് എങ്ങനെ പ്രാവർത്തികമാക്കാമെന്നാണ് അവരിപ്പോൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോന്നും കേട്ട് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ തൊട്ട് അനുഭവിച്ച് പഠിക്കുമ്പോൾ അതിന് കൂടുതൽ ഒരു അനുഭവത്തിലേക്ക് വരുമല്ലോ. കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ഒത്തിരി അറിവുകൾ ഇവിടെ വന്നത് വഴി അവർക്ക് നേടാൻ പറ്റി. പിന്നെ നമുക്ക് കുട്ടികൾക്ക് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും പിന്നെ പെട്ടെന്ന് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യണമെന്നുള്ള അവയർനെസ് അവർക്ക് ഇവിടുന്ന് സാർമാർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പെട്ടെന്നൊരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ എങ്ങനെയാണ് CPR കൊടുക്കേണ്ടതെന്നും എന്നതിനെക്കുറിച്ചൊക്കെ അവരെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ഞങ്ങളിവിടെ എല്ലാം അറിയാനാണ് വന്നത്. ഞങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം കാണുന്നത്. ഇതൊക്കെ രക്ഷാനുകൾക്ക് വിനയിക്കുന്നതാന്നൊക്കെയാ പറഞ്ഞത്. സാറുമാര് രക്ഷിക്കാനുള്ള മാർഗങ്ങളൊക്കെയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ CPR ഒക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ കാണിച്ചു തന്നു. പിന്നെ ഒരു തീ അണയ്ക്കാനുള്ള പൈപ്പ് ഒഴിക്കാൻ അങ്ങനെ ഒഴിക്കാൻ ഒക്കെ ഞങ്ങളെ കാണിച്ചു തന്നു. പിന്നെ ഈ ഏണി കയറ് വെച്ച് വലിക്കുന്നതെന്നൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെയൊക്കെ ഞങ്ങളെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എമർജൻസി ഉണ്ടെങ്കിൽ 101 വിളിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളിവിടെ പഠനയാത്രയുടെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫയർ സ്റ്റേഷൻ കാണുന്നത്. ഇവിടുത്തെ സാറുമാർ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. രക്ഷാ ഉപകരണ സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. ഇവിടെ നല്ല രസമൊക്കെയാണ് കാണാൻ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കുട്ടികളുടെ കൂടെ ഇങ്ങനെ ഫയർ സ്റ്റേഷനിൽ വന്നത് പുതിയൊരു അനുഭവമാണ്. എവിടെയാണെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് പോലും ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് നന്നായിട്ട് ഇവിടെ സാർമാർ പറഞ്ഞ് കുട്ടികൾക്ക് അത് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. മികച്ച രീതിയിലുള്ള പ്രതികരണമാണ്. കാരണം പ്രായത്തിൽ കവിഞ്ഞ പക്വത കുട്ടികളുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും. അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഭാവിയുടെ വളരെ പ്രതീക്ഷയാണ്. കാരണം ഈ പ്രായത്തിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ അവർ മനസ്സിലാക്കി വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവർ നമ്മളോടൊപ്പം നമ്മുടെ പ്രായമൊക്കെ എത്തുമ്പോൾ സമൂഹത്തിന് വളരെ മുതൽക്കൂട്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, എന്തുകൊണ്ടും നല്ലൊരു ക്ലാസ്സായിരുന്നു, നല്ലൊരു സ്കൂൾ അന്തരീക്ഷം ഉണ്ടായിരുന്നു കുട്ടികൾ. ശരി. ഇരിട്ടി അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും ക്യാമറമാൻ ടോളമിയോടൊപ്പം രാഹുൽ കെ ഉദയ്, ട്രൂ മീഡിയ. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡിംഗ് ഫാസ്റ്റ്. വെഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് പട്ടാമ്പി.